എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഹെൽത്തി ആണെന്നും അതുപോലെ തന്നെ സേഫ് ആണെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് പ്ലെയിൻ ആയിട്ടുള്ള സാലന. അപ്പോൾ സാലന എന്നൊക്കെ പറഞ്ഞാൽ കുറേ പേർക്ക് അറിയുന്നുണ്ടാവില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കുന്ന പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗ്രേവി. അപ്പോൾ ഇത് ഇന്ന് ഈ റെസിപ്പി ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊത്തു പൊറോട്ട ഇട്ടുണ്ടായിരുന്നു 2 ആഴ്ച മുൻപായിട്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെജിറ്റേറിയൻ വേർഷൻ കൊത്തു പൊറോട്ട ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ സാലന ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ കൊത്തു പൊറോട്ട അല്ലെങ്കിൽ സാധാരണ പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും ഇവൻ ഇഡ്ലിയുടെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള സാലന തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലെയിൻ സാലന ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ അരച്ച് മാറ്റി വെക്കണം. അപ്പോൾ മിക്സിയുടെ ചെറിയൊരു ബൗൾ എടുക്കുക. അതിലോട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 5 or 6 അണ്ടിപ്പരിപ്പ്. സാധാരണ രീതിയിൽ ഇതിൽ അണ്ടിപ്പരിപ്പ് അല്ല ചേർക്കേണ്ടത്. അതിന് പകരമായിട്ട് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കപ്പലണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-15 കപ്പലണ്ടി, അതുപോലെ തന്നെ കുറച്ച് പൊട്ടുകടല, ഒരു ടീസ്പൂണോളം പൊട്ടുകടല ഉണ്ടെങ്കിൽ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. പക്ഷേ അതൊന്നും എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് അതിന് പകരമായിട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം പട്ട, വളരെ ചെറിയ കഷ്ണം മാത്രം മതി. അതുപോലെ തന്നെ ഒരു ചെറിയ ഗ്രാമ്പും. പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു നുള്ള് പെരുംജീരകമാണ് ചേർക്കേണ്ടത്, ചെറിയ ജീരകമല്ല. അതായത് ക്യുമിനല്ല, ഫെനൽ സീഡ്സ്. ഇതെല്ലാം കൂടി നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാം. ഇത് നമുക്ക് അവസാനം നമ്മുടെ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട ഐറ്റമാണ്. ഇപ്പോൾ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ആദ്യമേ തന്നെ ഇത് റെഡിയാക്കി വെക്കണം. ഇത് അരച്ച് ഞാൻ മാറ്റി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല എന്നല്ല, ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ കറി ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. സാധാരണ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിൽ അത്യാവശ്യം ഒരു ടീസ്പൂണൊക്കെ മതിയാവില്ല. കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂണെങ്കിലും എണ്ണ വേണം, എന്നാലാണ് റിയലായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചെറുതായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 4 ഗ്രാമ്പു, ഒരു വലിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ 2 ബേ ലീഫ്, പിന്നെ ഞാനിവിടെ ഇടുന്നത് ഒരു ഏലക്കായ, പിന്നെ കൽപ്പാസി. ഇപ്പോൾ കൽപ്പാസി നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് തക്കോലം ഒരെണ്ണം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കൽപ്പാസി ഇട്ടിട്ടുള്ള കാരണം പിന്നെ തക്കോലം ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ആ തക്കോലം എല്ലാ വീട്ടിലും എല്ലാവരുടെ അടുത്ത് ഉണ്ടാവും. പക്ഷേ കൽപ്പാസി ചിലപ്പോൾ എല്ലാവരിലും ഉണ്ടായിന്ന് വരില്ല. കൽപ്പാസിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്, അല്ലേ? ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഞാൻ ചെട്ടിനാട് ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കൽപ്പാസി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അതില്ലെങ്കിൽ തക്കോല ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത് കേട്ടോ. അതിലോട്ട് 1 ടീസ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ പെരുംജീരകമാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പെരുംജീരകം നന്നായി പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു സവാള നൈസാക്കി അരിഞ്ഞത്, 1 ടീസ്പൂൺ വളരെ നൈസാക്കി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി അല്ലെങ്കിൽ ചതച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പില കൈ കൊണ്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുക പറയുമ്പോൾ ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി. അതായത് നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും നമ്മുടെ സവാള. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് നന്നായിട്ട് അങ്ങ് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആയിട്ടില്ല, നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ള പൊടികളെല്ലാം മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ തീ കുറയ്ക്കണം, ഏറ്റവും ചെറിയ തീയിലിടണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഞാൻ 2 തരത്തിൽ ചില്ലി പൗഡർ ഇടുന്നുണ്ട്. അതായത് എരിവുള്ള മുളക് പൊടി ഇടുന്നുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. അപ്പോൾ എരിവുള്ള മുളക് പൊടി 1/4 ടീസ്പൂൺ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ. അപ്പോൾ അത് 1.5 ടീസ്പൂൺ. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയുടെ അളവ് കുറച്ച് കൂട്ടി ഇട്ട് കൊടുത്താൽ മതിയാകും. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. എല്ലാം ചെറിയ ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ് ഞാൻ എല്ലാം പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ.
ഇതെല്ലാ പൗഡേഴ്സും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ പച്ചമണം മാറുന്നത് വരെ അങ്ങ് വഴറ്റി കൊടുക്കുക. 2-3 മിനിറ്റ് ചെറിയ തീയിലിട്ടതിന് ശേഷം അങ്ങ് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊക്കെ എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നല്ല വാസന വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 തക്കാളി, മീഡിയം സൈസ് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചിട്ടാലും മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 മീഡിയം, അധികം പുളിയൊന്നുമില്ലാത്ത തക്കാളി കേട്ടോ. ഒരുപാട് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 തക്കാളി മതിയാകും. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റിയിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കിനും ആ തക്കാളിയുടെയൊക്കെ ആ റോ ടേസ്റ്റൊക്കെ മാറി നന്നായി കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ നോക്കാം, നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് മാറ്റം വരുത്തണം. അപ്പോൾ ഇതൊന്ന് നന്നായി തിളക്കട്ടെ. നമുക്ക് അടച്ചു വെച്ചിട്ട് വീണ്ടും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം അവസാനമാണ് നമ്മളിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ തുറന്നു ഒരു 5 മിനിറ്റോളം നന്നായി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തുറന്ന് വെച്ചിട്ട് 5 മിനിറ്റും കൂടെ അത് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. അതായത് പൊട്ടറ്റോ, ക്യാരറ്റ്, ബീൻസ്, അതുപോലെ തന്നെ പീസ്, ഗ്രീൻ പീസ്, എന്താ നിങ്ങൾക്ക് താല്പര്യം അത് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇത് പ്ലെയിൻ സാലഡ് ആയതുകൊണ്ട് ഒരു വെജിറ്റബിൾസും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഒരല്പം കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ പേസ്റ്റാണ്. അതിനുശേഷം നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ഇല്ലാണ്ടും ഉണ്ടാക്കാം കേട്ടോ. തേങ്ങ ഇല്ലാണ്ടും ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ഒന്ന് മാത്രം, കളർ കുറച്ചും കൂടി നല്ല ബ്രൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങയല്ലേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തേങ്ങ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ നട്ട്സ് മാത്രം അരച്ച് ചേർക്കാം. ആ തേങ്ങ ചേർക്കുമ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ഫ്ലേവർ കിട്ടുന്നു മാത്രം. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ആ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറണം. അപ്പോൾ നമ്മളിപ്പോൾ കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ, കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ ഈ സാലഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് നല്ല ഗ്രേവിയാണ് ആവശ്യം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിൻ്റെ തിക്നെസ് കൂടും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റോളം നമുക്ക് വീണ്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇത് നന്നായിട്ടങ്ങ് തിളപ്പിച്ചെടുക്കണം. ആ എണ്ണ നന്നായിട്ട് മേലേക്ക് തെളിയിന് വരുന്നത് തിളപ്പിക്കണം. അപ്പോഴാണ് അതിൻ്റെ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് വരിക. അപ്പോൾ നമ്മൾ ആ തേങ്ങയും കൂടെ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. നല്ലവണ്ണം എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു പൊടിക്ക് പഞ്ചസാര ഇടുകയാണ് കേട്ടോ. അത് നിർബന്ധമില്ല, പക്ഷേ അത് ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ സാധാരണ രീതിയിൽ ഞാൻ ഇത്രയും ഗരം മസാല ഒരു കറികളിലും ഉപയോഗിക്കാറില്ല. പക്ഷേ ഞാനിത് പലതവണ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇതേ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രയും സ്പൈസസ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഗരം മസാലയുടെ അളവൊക്കെ നന്നായിട്ട് കുറയ്ക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ മറക്കരുത് കേട്ടോ. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. മല്ലിയില, നിറയെ മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഓഫ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കട്ടെ. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ, ഒന്നും കൂടെ നമുക്ക് നോക്കാം. അടിപൊളി, എല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചാൽ മാത്രമാണ് ഈ നല്ലൊരു കളർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഓറഞ്ച്, ഒരു യെല്ലോ ഓറഞ്ചും ഇല്ലാത്തൊരു കളറായിരിക്കും സാധാരണ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനധികം എരിവൊന്നുമില്ല, പക്ഷേ കാഴ്ചയിൽ നല്ലൊരു കളറും ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കറി, അതായത് സാലന ഫോട്ടോയിൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, തണുത്തപ്പോൾ ഇത്ര കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അവസാനമൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കൽപ്പാസി എന്ന് പറഞ്ഞ സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് നിർബന്ധമുള്ളൊരു കാര്യമല്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഫ്ലേവർ ഈ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഫ്ലേവർ വരുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഫ്രോസൺ പൊറോട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മറ്റേ പൊറോട്ട ഉണ്ടാക്കാനൊക്കെ എനിക്ക് മടിയായി. അപ്പം ഫ്രോസൺ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഈ ഗ്രേവി ഒഴിച്ചൊന്ന് കഴിച്ചു നോക്കാൻ പോവാണ്. നമ്മുടെ സാധാ പൊറോട്ടയാണെങ്കിലും സൂപ്പറാണ്, ചപ്പാത്തി ആണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ ഒരു വായ ഞാൻ കഴിക്കട്ടെ കേട്ടോ. ശരിക്കും ആ പുറത്ത് തമിഴ്നാട്ടിൽ പഠിച്ചവർക്ക് അറിയാൻ പറ്റില്ല അതിൻ്റെ ടേസ്റ്റ്. അടിപൊളിയുണ്ട് കേട്ടോ. പാകത്തിനുള്ള ഉപ്പും എരിവും പുളി എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. Lesson name in English and read the lesson. Then Islamic studies. So now I'll just read this Malayalam chapter.
be able to read it. I need to take picture. വീണ മോൻ ചൊറിയുന്നു എന്ന് പറയുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ കമൻട്രി പറഞ്ഞിട്ടാണ് ആത്തു പഠിക്കുന്നതും പഠിക്കാനിരിക്കുന്നതും പഠിച്ചിരുന്നതും ഇങ്ങനെ ഓരോ കാര്യം നടന്ന് ചോദിച്ച് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പാവം വീണ. ഇതാണ് വൺ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ് ഓരോ ഡേയിലും അനുഭവിക്കുന്ന കഷ്ടതരമായ അനുഭവങ്ങളുടെ ഒരു ഘോഷം. എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല ഇടയ്ക്ക് ഇടയ്ക്ക് പൊട്ടലും ചീറ്റിലൊക്കെ കേൾക്കലോ. ഒന്നും മിണ്ടാണ്ടിരിക്കാതെ എന്തോ വായിച്ചു ചെയ്യും മോനോ.